നമസ്കാരം. ദിവസേന 110 രൂപ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 1 കോടി രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാർഗവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് SIPയിലൂടെയാണ് നമ്മൾ ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നത്. അതും ചെറിയ ഒരു പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയാൽ പോലും നമുക്ക് ഈ പറഞ്ഞ തുക സമാഹരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ 110 രൂപ പോലും എനിക്ക് മാറ്റിവെക്കാൻ ഇല്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും, ഒരു 99% ആൾക്കാർക്കും 1 രൂപ പോലും മാറ്റിവെക്കാനില്ല. കിട്ടുന്ന വരുമാനം അതേപോലെ ചിലവായി പോവുകയാണ്. എൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു തുക 110 രൂപ ഒരു മാസമാകുമ്പോൾ ഏകദേശം 3300 രൂപ. ഈ 3300 രൂപ എങ്ങനെ നമുക്ക് കണ്ടെത്താം, പാർട്ട് ടൈം ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചും വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഏതൊരു 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും എന്നത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണിത് പ്രോസസ്സ് നടക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുന്നോടിയായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ്. നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇതിലിപ്പോൾ കാണുന്നത് SIP കാൽക്കുലേറ്ററിലാണ്. ഒരു ദിവസം 110 വെച്ചിട്ട് ഒരു മാസത്തേക്ക് 3300 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 12% ആവറേജ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഒട്ടുമിക്ക ഫണ്ടുകളും 12, 15, 20, 25%ഒക്കെയാണ്. 12% ആവറേജ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 30 ഇയേഴ്സ് കൊണ്ട് 1,16,00,000 രൂപയും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആകെ വരുന്നത് 11,88,000 രൂപ മാത്രമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് 1,60,60,715 റിട്ടേൺ ആണ്. ടോട്ടൽ വാല്യൂ 1,16,48,715 രൂപയായിട്ട് മാറും. നമ്മൾ ഒരു മാസം ആകുമ്പോൾ നമ്മൾ ഈ 3,300 നിന്നും 3,300 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം. അടുത്ത വർഷം ആകുമ്പോൾ നമ്മൾ സിംപ്ലി ഒരു 10% അതിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 3,300-ൽ ഒരു 300 രൂപ കൂടി അടുത്ത വർഷം 3,350 രൂപ സംതിങ് അടുത്ത വർഷം ഇൻക്രീസ് ചെയ്ത് ഓരോ വർഷം ഒരു 10% ഇൻക്രീസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ വീണ്ടും 1 കോടിയിലേക്ക് നയിക്കും. അതായത് നമുക്ക് നോക്കാം, 3,300 രൂപ 10% ആനുവൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, 12% റിട്ടേൺ കിട്ടുന്നു. 30 വർഷം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് 65,13,963 രൂപയാണ്. ഓരോ വർഷം കഴിയുമ്പോൾ 10% കൂട്ടുന്നുള്ളൂ. ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ ഈ വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷമാകുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആവും. നമ്മൾ ഈ പറഞ്ഞ 3,300 ആയിരിക്കില്ല വരുമാനം. 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ വരുമാനം 6,000, 7,000, 8,000, 9,000 രൂപയ്ക്കായിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റെപ്പ് അപ്പ് 10% സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ 65 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും. നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 2,26,00,000 രൂപയാണ്. ടോട്ടൽ വാല്യൂ 2,91,00,000 രൂപ. അതായത് 3 കോടി രൂപേൻ്റെ അടുത്ത് 30 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആലോചിച്ച് നോക്കിയേ, ഇത്രയും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ്. 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടാവും. ഒന്നാമത്തത്, എങ്ങനെ ഈ 3,300 സമാഹരിക്കാം? 2, ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം? ഈ 2 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അവിടെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഏത് ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ തുക നമുക്ക് സമാഹരിക്കാൻ പറ്റും? 4 ഫണ്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫണ്ട് നമ്പർ 1 പരാഗ് പരീയുടെ ELSS ടാക്സ് സേവർ ഫണ്ടാണ്. എല്ലാം ടാക്സ് സേവിങ് ഫണ്ടാണ്. അതുകൊണ്ട് ടാക്സിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല. ഈ ഒരു ഫണ്ട്, പരാഗ് പരീൻ്റെ ഈ ഒരു ഫണ്ടിൻ്റെ കൊടുത്തിട്ടുള്ള റിട്ടേൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കുറച്ച് താഴോട്ട് നമുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 2019 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്, ജൂലൈ 24. പരാഗ് പരി ELSS ടാക്സ് സേവർ ഫണ്ട് എന്നാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള നാമം. സോ ഈ ഒരു ഫണ്ട് വെരി റിസ്കി ആയിട്ടുള്ള ഫണ്ടാണ്. പക്ഷേ ഇത് കൊടുത്ത റിട്ടേൺ കാണാം. ലാസ്റ്റ് 1 ഇയറിൽ 32% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 3 ഇയറിൽ 22% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് ഫോക്കസ് ചെയ്യുന്നത്? വെറും 12%. പക്ഷേ ഇത് എത്രയാണ് കൊടുത്തത്? 22% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോങ് ഇയറിൽ നമുക്കൊരു 12% റിട്ടേൺ കിട്ടും എന്ന എക്സ്പെക്ടേഷനിലാണ് നമ്മളിത് സംഭവം ചെയ്യുന്നത്. ഇതിൻ്റെ ബെഞ്ച് മാർക്ക് നിഫ്റ്റി 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫണ്ട് ഹൗസ് PPFAS മ്യൂച്വൽ ഫണ്ടാണ്. പരാഗ് പരീയുടെ മ്യൂച്വൽ ഫണ്ട് ഹൗസാണ് ഇതിൻ്റെ ഫണ്ട് ഹൗസ് വരുന്നത്. നമ്പർ 2 ക്വാണ്ടിൻ്റെ ELSS ടാക്സ് സേവർ ഫണ്ടാണ്. ഈ ഒരു ഫണ്ടിൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ NAVയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. NAV കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാൻ NAVയിലേക്ക് പോകുന്നില്ല, ഞാൻ ഡയറക്റ്റ് പോകുന്നത് ഇതിൻ്റെ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇയർ റിട്ടേണും. സോ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2013 ജാനുവരി 1 ഇതിലും നിഫ്റ്റി 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൻ്റെ ബെഞ്ച് മാർക്കാണ്. സോ ക്വാണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഹൗസിലാണ് ഈ ഒരു ഫണ്ട് വരുന്നത്, ക്വാണ്ട് ELSS ടാക്സ് സേവർ ഫണ്ട്. ഇത് ലാസ്റ്റ് 1 ഇയറിൽ 61%, ലാസ്റ്റ് 1 ഇയറിൽ 61%, ലാസ്റ്റ് 3 ഇയറിൽ 32%, ലാസ്റ്റ് 5 ഇയറിൽ 33%. ഞാൻ എത്രയാണ് പറഞ്ഞത്? 12% റിട്ടേൺ. ആ 12 മാറ്റിയിട്ട് 20 ആക്കിക്കണ്ടല്ലോ. 1 കോടിയൊന്നല്ല, 2, 3, 4, 5 കോടിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറും ഫണ്ട്.
വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരട്ടെ, ഒരു 30% വെച്ചിട്ട് ഈ സ്റ്റെപ്പ് അപ്പിലൊന്ന് കാണിച്ചു തരാം. ഈ 12% എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് മാറ്റുകയാണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ. എന്നിട്ട് ഒരു 30% ഇട്ട് കൊടുക്കാം. ഓക്കെ, 2,91,00,000 രൂപയല്ലേ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 137 കോടി 24,52,102 രൂപ. ഈ 30% റിട്ടേൺ കിട്ടിയാൽ ലോങ് ഇയറിൽ 137 കോടി രൂപയാവും. ടോട്ടൽ നമ്മുടെ റിട്ടേൺ 139,89,66,000 രൂപയാവും. ഇനി 30 കിട്ടുന്നില്ല, ഒരു 20 ആവറേജ് ലോങ് ഇയറിൽ കിട്ടുമെന്ന് വിചാരിക്കാം. 20% ആണ് റിട്ടേൺ കിട്ടുന്നെങ്കിൽ 12,90,61,808 റിട്ടേൺ കിട്ടും. ടോട്ടൽ 13,55,00,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. 12% ഇൻട്രസ്റ്റ് ലോങ് ടൈമിലുള്ള പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫണ്ടെല്ലാം 20% മുകളിലാണ്. അപ്പോൾ ആ ഒരു 20% റിട്ടേൺ കിട്ടിയാൽ പോലും നമ്മളുടെ ഈ ഒരു തുക എന്ന് പറഞ്ഞത് 13 കോടി രൂപയായിട്ട് മാറും. 13 കോടി എന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കോടികൾ കൊണ്ടല്ലേ. നമ്മുടെ രണ്ടാമത്തെ ഫണ്ട് കഴിഞ്ഞു. മൂന്നാമത്തെ ഫണ്ട് SBIയുടെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ടാണ്. ഇത് കൊടുത്ത റിട്ടേൺ ലാസ്റ്റ് 3 ഇയറിൽ 28%, 5 ഇയറിൽ 21%, അതും 21% കൊടുക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ് വെറും 12%. ഇത് 2013 സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്പർ 3 ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ELSS ടാക്സ് സേവർ ഫണ്ടാണ്. ഇതിൻ്റെ കേസിൽ ലാസ്റ്റ് 3 ഇയറിൽ 25%, 5 ഇയറിൽ 26% കൊടുത്തിട്ടുണ്ട്. ഇതും 13 സ്റ്റാർട്ട് ചെയ്ത ഫണ്ടാണ്. വേറെ റിസ്ക് ഉള്ള ഫണ്ടാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് ഹൗസാണ്. 4 ഫണ്ടുകളും ഓൾമോസ്റ്റ് 20% മുകളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം 12% റിട്ടേൺ കിട്ടുവാണെങ്കിൽ 1 കോടി രൂപ നമുക്ക് സമ്പാദിക്കാമെന്നാണ്. അത് 10% ഓരോ വർഷം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 കോടി രൂപയുടെ അടുത്ത് സമ്പാദിക്കാം. 12% മുകളിൽ എത്ര ഓരോ ശതമാനം കയറിയാലും കോടികളുടെ വ്യത്യാസങ്ങൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ലക്ഷങ്ങളുടെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഡൗട്ട് ക്ലിയർ ആയി, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡൗട്ട് ക്ലിയർ ആയി. ഇനി ഒരു ഡൗട്ട് കൂടിയുണ്ട്. നിലവിൽ നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പുതിയതായിട്ട് പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഓൺലൈനിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ മെത്തേഡുകളിലെല്ലാം പൈസ ഏകദേശം കിട്ടുന്നുണ്ട് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഓൺലൈനിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ കയ്യിലില്ലേ? അത് ഉറപ്പാണ്. മെത്തേഡുകളുണ്ട്, പല മെത്തേഡുകളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പല മെത്തേഡുകളും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ എത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലായിരിക്കും, ചിലപ്പോൾ വർക്കിംഗ് പ്രോസസ്സിലായിരിക്കും. എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. ആ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആളില്ല. അതാണ് നിങ്ങളുടെ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മെത്തേഡുകൾ അടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പാസീവ് ഇൻകം എന്നടിക്കുക. പാസീവ് ഇൻകം എൻ്റെ ചാനലിൽ കയറിയിട്ട് പാസീവ് ഇൻകം എന്ന് അടിച്ച് ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. ഇത് 4 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഗെറ്റ് റെഡി ടു ഏൺ പാസീവ് ഇൻകം ഐഡിയസ്, പാസീവ് ഇൻകം 2024 ഇങ്ങനെ പറഞ്ഞൊരു വീഡിയോ കാണാം. ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് കണ്ടു നോക്കാം. ഇതിനകത്ത് കംപ്ലീറ്റ് ഐഡിയ ഉണ്ട്. സോ ഈ ഒരു ഐഡിയ നിങ്ങളെ ചെന്നെത്തിക്കുന്നത് നമ്മളുടെ LMSലേക്കാണ്. ഇത് എൻ്റെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് എൻ്റെ കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പോർട്ടലാണ്. vinishrohini.com കയറി കഴിഞ്ഞാൽ ലേൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലേക്ക് എത്താൻ പറ്റും. ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്തിട്ടുള്ള 2 കോഴ്സുകൾ കാണാം. പ്രൊഫഷണൽ ബ്ലോഗിങ്ങും ഡിജിറ്റൽ പ്രോഫിറ്റ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ 2 കോഴ്സുകൾ. ഒന്ന് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്, 2 ബ്ലോഗിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സ്. പുതിയൊരു കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടേ ചെയ്തിട്ടുള്ളൂ, കോഴ്സ് ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കാൻ പോവുകയാണ്. ഈ കോഴ്സിൻ്റെ പേര് പാസീവ് ഇൻകം മാസ്റ്ററി. ഈ കോഴ്സിനകത്ത് വരുന്നത് കുറച്ച് വഴികൾ ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റുന്ന ജോലിപരമായിട്ടും ബിസിനസ് പരമായിട്ടും കുറച്ച് വഴികൾ തിരഞ്ഞെടുത്ത്, അതായത് ഞാൻ ആക്റ്റീവായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ മെത്തേഡുകൾ കംപ്ലീറ്റ് എല്ലാവരെയും ട്രെയിനിങ് കൊടുക്കുക. ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു കോഴ്സല്ല, ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം കോഴ്സും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ലൈവിൽ വർക്ക് ചെയ്ത് പഠിക്കാം. ഓരോ ദിവസം ഒരു പ്രൊജക്റ്റ് ആയിരിക്കും, ആ സാധനം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കി പഠിക്കാം. അതേപോലെ അടുത്ത ദിവസം അടുത്ത പ്രൊജക്റ്റ്, ഇങ്ങനെ ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ബെനിഫിറ്റുകൾ ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങളുടെ വീട്ട് അഡ്രസ്സിൽ ഫ്രീ ആയിട്ട് കിട്ടും. 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലൂസീവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റ് വാലിയിൽ ഈ കോഴ്സ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ ഈ ഒരു പ്രോഗ്രാം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസീവ് ഇൻകം മാസ്റ്ററിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 3 കാര്യം നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഫീ വരുന്നത് 6,000 റുപ്പീസാണ് ആക്ച്വൽ ഫീ. അതിൽ 50% ഡിസ്കൗണ്ട് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 6,000 റുപ്പീസ് ഫീസിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു മാസം ഈ 3,300 രൂപ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ സമാഹരിക്കാൻ നിങ്ങൾക്ക് പറ്റും. സ്മാർട്ട് ഫോണോ ഇൻ്റർനെറ്റോ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ കോടികൾ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെറിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ലോങ് ടേമിൽ കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ. സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക, സിസ്റ്റമാറ്റിക്കായിട്ട് ഏൺ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടി വരുമാനം ഉണ്ടാക്കാൻ പ്രാപ്തരാക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.